ഒരു വിഷനിലേക്ക് പോകാം. നേരം വൈകിട്ടു. പോയിട്ട് വാടാ. എല്ലാം റെഡിയാ. ശരി, ഞാനൊരു ചോദ്യത്തിലേക്ക് വരാം. കണ്ടല്ലോ ക്ലിപ്പിങ്. ഇടുക്കി ഗോൾഡ് എന്ന സിനിമയിൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ സംഭവമുണ്ട്. അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാനൊന്നും പറയുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര നല്ല കണക്ഷനാണ്. അത് സത്യമാണ്. എൻ്റെ തൊട്ട് താഴെയുള്ള പെങ്ങളാണ്. ഇവളുടെ അനിയത്തിയാണ്. ആഷിഖിന്റെ അനിയത്തിയാണെങ്കിലും രണ്ട് അനിയത്തിമാരിൽ തൊട്ട് താഴെയുള്ള. ഇവളുടെ കല്യാണത്തിൻ്റെ ആൽബം ഇതുവരെ ഇല്ല. അവളുടെ മകൾക്ക് 12 വയസ്സെന്തോ ആയി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസിഡൻ്റാണ് ശരിക്കും ഈ സദു എന്നുള്ള ക്യാരക്ടറും അങ്ങനെയായിട്ട് ഒരു ഫോട്ടോഗ്രാഫറുടെ ലൈഫിൽ കൊണ്ടുവന്നത്. അത് സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ അധികം ഫീൽ ചെയ്തെന്നാണ്. കുറച്ച് നാളായിട്ട് മറന്നിരിക്കുന്നത്. ഇനി ഇവളിത് എന്തായാലും ഒരു 5-10 വർഷത്തേക്ക് ഇത് മിനിമം എവിടെ മിനിമം പറയും. പ്രത്യേകിച്ച് കഥ പറയുക എന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അത് മറക്കില്ല. അത് എന്താ പറയാ, ലൈഫിൽ നിന്നാണല്ലോ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്. പ്രത്യേകിച്ച് ആഷിക്ക് ഈ പെങ്ങന്മാരുടെ പരാതിക്ക് ഒരിക്കലും വിരാമം ഉണ്ടാവില്ല. ഒരിക്കലും ഇല്ല. പക്ഷെ എൻ്റെ പെങ്ങന്മാരെ എനിക്ക് തോന്നുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് പരാതികളുള്ള ആൾക്കാരാണ്. ഇതൊക്കെ വളരെ ജെന്യുവിൻ പരാതിയാണ്. പരാതിയല്ല, ഇത് ഭയങ്കര ക്രൈമാണ്. കല്യാണത്തിന്റെ ആൽബം എൻ്റെ ഒരു സുഹൃത്താണ് ഈ ഫോട്ടോഗ്രാഫർ. അവനിപ്പോഴും ഉണ്ട്. ഉമ്മച്ചിയും അവനെ വിളിച്ചോണ്ട് ഇവിടെ എന്നിട്ട് അളിയന്റെ വീട്ടിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം ഫോട്ടോ ഒക്കെ മേടിച്ചിട്ടാണ് ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്തത്. ഈ വിദ്വാൻ എടുത്തില്ല എന്ന സ്ഥിതി എന്താ സംഭവിച്ചെന്നുള്ളത് എടുത്ത് ഫിലിമില്ലാതെ എടുത്തായിരിക്കും. എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്. ഫ്ലാഷ് മാത്രം അടിച്ച് കാണുള്ളൂ. എന്താ വെച്ചാൽ ഇത് ഡിജിറ്റൽ ആയിരുന്നില്ല. അതെ, ഫ്ലാഷ് അടിച്ച് സംഭവം ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് കോളേജിൽ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇവനെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചതാണ്. പക്ഷെ അവനെന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. അവനിപ്പോഴും ഫോട്ടോഗ്രാഫർ ആണോ? ഇവനിപ്പോഴും ഫോട്ടോഗ്രാഫർ. അവനിപ്പോഴും ഫോട്ടോഗ്രാഫർ ആയിരിക്കാനുള്ള ധൈര്യമുണ്ട്. അത് പെങ്ങളെ അങ്ങോട്ട് അഴിച്ചുവിടുക. ഇവർ 2 വട്ടം അവന്റെ സ്റ്റുഡിയോയിലൊക്കെ പോയി അവനെ ഒളിച്ചൊക്കെ നടക്കുകയാണ്. ഭയങ്കര വലിയ കഥയാണ് ഇത്. സദാനന്ദന്റെയും രവീന്ദ്രന്റെയും കഥ പോലെ അല്ല അത്. അതിലും ഭയങ്കര വയലന്റ് ആണ്. മെലോഡ്രാമയുണ്ട്, ഒരുപാട് ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. ഓടിച്ചിട്ട് പിടിക്കൽ തുടങ്ങിയിട്ടുള്ള. പക്ഷേ എ സർട്ടിഫിക്കറ്റ് ഇതിന് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇടുക്കി ഗോൾഡ്, അതിനെക്കുറിച്ച് ആരോ ഒന്ന് പറയാൻ നിൽക്കുന്നുണ്ട്. ചെറുതോണിയിൽ ഇടുക്കി ഗോൾഡിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് അവിടെ നമ്മുടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോഴത്തേക്കും ഷൂട്ട് തീരാൻ വരുന്നത് 2 ദിവസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സംഭവം നടന്നപ്പോഴത്തേക്ക് ആഷിഖേട്ടൻ പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് 2 ദിവസം ഷൂട്ടാണെങ്കിൽ ശരി, നമുക്കത് നിർത്തി വെച്ചേക്കാം, പിന്നീട് ഒരിക്കൽ വന്നിട്ട് ഷൂട്ട് ചെയ്യാം. അതിൻ്റെ പേരിൽ എന്ത് നഷ്ടങ്ങൾ വന്നാലും അത് കുഴപ്പമില്ല എന്നൊക്കെ പറയുകയും അങ്ങനെ ഇടുക്കി ഗോൾഡിൻ്റെ ഷൂട്ട് ഞങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. എനിക്ക് ആഷിഖേട്ടനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ പല വർക്കുകളിൽ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത്തരം ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഒരു സംവിധായകൻ എന്ന നിലയിൽ തൻ്റെ ചിത്രങ്ങൾ കൃത്യസമയത്ത് വൃത്തിയായി ഷൂട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് അയാൾ ചെയ്യേണ്ടത്. സംവിധായകനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ എന്നുള്ളൊരവസ്ഥ ആഷിഖിനെ പല ഘട്ടങ്ങളും നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ ഒന്ന് സഹായിച്ചു കൊടുക്കാം. അല്ല, ഉണ്ട്. ഈ ഉരുൾപൊട്ടൽ നടക്കുന്ന സമയത്തും എന്താ വെച്ചാൽ നമ്മളെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ചെറിയ വേഷങ്ങൾ ചെയ്യാൻ വന്ന 1-2 കുട്ടികളൊക്കെ മരിക്കുകയും മൊത്തത്തിൽ അവിടുത്തെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ മാറി പോയി. ഭയങ്കര അർത്ഥമില്ല. ഇല്ല. മാനസികമായിട്ട് അത് വലിയ സുഖമുള്ളൊരു കാര്യമായിട്ട് തോന്നില്ല. കാരണം ചുറ്റും അത് കുറേ പേര് ഒരു മരണ വാർത്തയൊക്കെയാണ് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കേൾക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഷൂട്ടിങ്ങിന് പോകുന്ന സ്ഥലത്തുമൊക്കെ ഈ റോഡിൽ ഈ മണ്ണിടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്കൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല. അത് പറ്റാവുന്നത്ര വേഗം അവിടെ നിന്ന് നമ്മൾ മാറിക്കൊടുക്കുകയും പറ്റാവുന്ന എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്യുകയാണ്. അതെ, നമ്മൾ അവിടെ ചെയ്യുന്ന ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യം. സിനിമയിൽ ഇങ്ങനെയുള്ള റൂത്ത്ലെസ് ആയിട്ടുള്ള ചലനങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണുക. എങ്ങനെയെങ്കിലും പ്രൊഡക്ഷൻ ഒന്ന് തീർത്ത് രക്ഷപ്പെട്ടാൽ മതി. അല്ല, അതങ്ങനെ എനിക്ക് സിനിമേനെയും കാണാൻ പറ്റില്ല, ബാക്കിയുള്ള കാര്യങ്ങളെയും കാണാൻ പറ്റില്ല. ആർക്കും സമാധാനം ഇല്ലാതെ ഒരു വെറുതെ കുറേ ക്യാമറ കൊണ്ടുവച്ച് ഷൂട്ട് ചെയ്തിട്ട് കാര്യം അതൊരിക്കലും സിനിമയാവില്ല. അങ്ങനെയാണ് നമ്മൾ നിർത്തി. ഒരു മൂഡ് ആംബിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അവിടെ ഒരു ദുരന്തം നടന്ന് ആ ഒരു അവസരത്തിൽ നമുക്ക് അത് ഒരിക്കലും സിനിമ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെ,
ഇടുക്കി ഗോൾഡ് ചില വിമർശനങ്ങളും ക്ഷണിച്ചു വരുത്തി അല്ലേ ആഷിക്ക്? ഉറപ്പായിട്ടും നമ്മുടെ സമൂഹത്തിൽ അരാജകത്വം, മയക്കുമരുന്ന്, കഞ്ചാവ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ ആഷിഖ് കപൂർ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ല, ശ്രമിക്കുകയാണ്. ഒരിക്കലും അത് പ്രോത്സാഹിപ്പിച്ച സിനിമ അല്ല അത് തെറ്റിദ്ധാരണയാണ്. കാരണം ആ സിനിമ അവസാനിക്കുന്നത് അതല്ല കാര്യം എന്ന നോട്ടിൽ തന്നെയാണ്. പക്ഷേ അത് ഡിസ്കസ് ചെയ്തു, അങ്ങനത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചിക്കാനോ എഴുതിയ ഇടുക്കി ഗോൾഡിൽ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയ്ക്കുള്ളൊരു പ്ലോട്ട് ഉണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞ ആൾ വിജയരാഘവനാണ്, കുട്ടേട്ടനാണ്. ആ ഒരു ഐഡിയയിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നി. ഇപ്പോൾ സന്തോഷ് ചിക്കാനത്തിൻ്റെ കഥയിലെ ആ പത്രവാർത്ത മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് എടുക്കുകയും പിന്നീട് ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു ഭൂതകാലത്തിലോട്ട് സ്ക്രിപ്റ്റിനെ കൊണ്ടുവരും. റിമയ്ക്ക് എങ്ങനെയാണ് ആ സിനിമയോട് വലിയൊരു രസതന്ത്രം ഉണ്ടാകാൻ കാരണം? ആഷിക്കിന് വേറെ ഒരുപാട് സിനിമകളുണ്ട്, അതൊക്കെ ആൾക്കാർ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ആൻസർ ഇപ്പോൾ സെൻസർ ബോർഡ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഇത് സെൻസറിങ് കഴിഞ്ഞിട്ട് ഇടുക്കി ഗോൾഡിൻ്റെ സെൻസറിങ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ നമ്മൾ മയക്കുമരുന്ന് ഇത് തെറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മൾ ഇത് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഇത് വളരെ രസമായിട്ട് ഇത് പറഞ്ഞ് സട്ടിലായി ഇത് നമ്മളിത് നല്ല രസത്തിൽ ഇത് പറഞ്ഞു വന്ന അവസാനം ഇതിലൊന്നും അല്ല കാര്യം എന്ന് പറയുമ്പോൾ മനുഷ്യരിലാണ് കാര്യം എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു ഒരു സ്പാർക്ക് ഉണ്ട് അവിടെ. അത് നമുക്ക് സിനിമയിലൂടെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇതൊന്നും ഉപയോഗിക്കാതെ ഒരു സിനിമയാകാൻ പറ്റില്ല. ഒരുപാട് സിനിമകളിൽ ഇതെല്ലാം സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊലപാതകം ഡിസ്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബലാത്സംഗം ഡിസ്കസ് ചെയ്യുന്നു, സമൂഹത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനെ ആർക്കാണ് പേടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഇത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഇതിനകത്തൊരു അത്തരം ഒരു സംഗതി തന്നെയാണ്. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.